all, welcome to Study with PSC വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളോട്ട് പഠിക്കുന്നുള്ളൂ. അതായത് ഡ്രൈ ഡേയ്സ് എന്താണ്, ഡ്രൈ ഡേയ്സ് ഏതൊക്കെ ദിവസങ്ങളാണ്, പിന്നെ പ്രധാനപ്പെട്ട പദ്ധതികൾ, ഈ മദ്യവിരുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ, പിന്നെ ഒരു 26 ചോദ്യം, അത്രയേ ഉള്ളൂ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. പ്രധാനപ്പെട്ട കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. വിമുക്തി പദ്ധതി വ്യക്തിയെയും സമൂഹത്തെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന വിപത്തിനെക്കുറിച്ച് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലഹരി വിമുക്ത പ്രചാരണ പരിപാടിയാണ് വിമുക്തി. അപ്പോൾ ഓർത്തു വെച്ചോണം, എന്താണ് വിമുക്തി? വ്യക്തിയെയും സമൂഹത്തെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന വിപത്തിനെക്കുറിച്ച് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലഹരി വിമുക്ത പ്രചാരണ പരിപാടിയാണ് വിമുക്തി. വിമുക്തി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം നാളത്തെ കേരളം ലഹരിമുക്ത കേരളം. വിമുക്തി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയമാണ് നാളത്തെ കേരളം ലഹരിമുക്ത കേരളം. വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ. വിമുക്തി മിഷൻ ചെയർമാൻ മുഖ്യമന്ത്രി. വിമുക്തി മിഷൻ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നിലവിലെ ചെയർമാൻ ആരാണ്? വിമുക്തി മിഷന്റെ ശ്രീ പിണറായി വിജയനാണ്. വിമുക്തി മിഷൻ വൈസ് ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. വിമുക്തി മിഷൻ വൈസ് ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. നിലവിൽ ശ്രീ MP രാജേഷാണ് വിമുക്തി മിഷൻ വൈസ് ചെയർമാൻ. യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി ഇതാണ്. ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോദ്ധാവ്. എന്താണ് യോദ്ധാവ്? ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്കായി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് യോദ്ധാവ്. സുബോധം പദ്ധതി എന്ന് വെച്ചാൽ മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സുബോധം. എന്താണ് സുബോധം? മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ മറികടക്കാൻ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സുബോധം. അടുത്തത് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ 2014 ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. ലോക പുകയില വിരുദ്ധ ദിനം. ഇനി ഒരു 26 ചോദ്യമുണ്ട്, അപ്പം എല്ലാം ഇമ്പോർട്ടൻ്റാണ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. സ്കൂൾ പരിസരത്ത് പുകയില വിപണനം നടത്തിയാലുള്ള ശിക്ഷ 200 രൂപ പിഴ. സ്കൂൾ പരിസരത്ത് പുകയില വിപണനം നടത്തിയാലുള്ള ശിക്ഷ 200 രൂപ പിഴ. പൊതുസ്ഥലത്ത് പുക വലിച്ചാൽ ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ 200 രൂപ. പൊതുസ്ഥലത്ത് പുക വലിച്ചാൽ ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ 200 രൂപ. COTPA കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം 2003 മെയ് 18. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം 2003 മെയ് 18. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പ വകുപ്പ് സെക്ഷൻ 4. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പ വകുപ്പ് സെക്ഷൻ 4. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയ വർഷം 1999 ജൂലൈ 12.
പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയ വർഷം 1999 ജൂലൈ 12. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നവരിൽ പിഴ ഈടാക്കണമെന്ന് നിഷ്കർഷിക്കുന്ന കോട്ട്പ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 21. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നവരിൽ പിഴ ഈടാക്കണമെന്ന് നിഷ്കർഷിക്കുന്ന കോട്ട്പ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 21. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയമാണ്. എത്ര വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇന്ത്യയിൽ പുകയില ഉൽപ്പന്ന വിപണനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത്? 18 വയസ്സ്. എത്ര വയസ്സിന് താഴെ ഉള്ളവർക്കാണ് ഇന്ത്യയിൽ പുകയില ഉൽപ്പന്ന വിപണനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത്? 18 വയസ്സ്. പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ 47 പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ 47. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഗരീഫെ നാഗാലാൻഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വില്ലേജ് ഗരീഫയാണ്. അത് നാഗാലാൻഡിലുള്ള ഒരു വില്ലേജാണ്. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഗരീഫെ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് കൂളിമാടാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് കൂളിമാട്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാറ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാറ്. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല തിരുവനന്തപുരം. അപ്പോൾ ഈ 11 മുതൽ 14 വരെ ഒന്നുകൂടി പറയാം കേട്ടോ. എട്ടാമത്തെ തൊട്ടെ, അതായത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല അത് കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം. അതുപോലെ ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഗരീഫെ. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഗരീഫെ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് കൂളിമാട്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാറ്. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തിലെ ഇഞ്ചായും കാഞ്ചിയാറിലെ ഇഞ്ചായും വെച്ചങ്ങ് ഓർത്ത് വെച്ചാലും മതി കേട്ടോ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാർ. കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല തിരുവനന്തപുരം. ഓക്കെ. FL1 ലൈസൻസ് ഉള്ള കടകൾ ഒരു സ്കൂളിൽ നിന്ന് എത്ര അകലെ ആയിരിക്കണം? 200 മീറ്റർ. FL1 ലൈസൻസ് ഉള്ള കടകൾ ഒരു സ്കൂളിൽ നിന്ന് എത്ര അകലെ ആയിരിക്കണം? 200 മീറ്റർ. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി മദ്യത്തിൻ്റെ അളവ് 15 ലിറ്റർ. കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി മദ്യത്തിൻ്റെ അളവ് 15 ലിറ്ററാണ്. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ പരിധി അത് 13.5 ലിറ്ററാണ്. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന വിദേശ മദ്യത്തിൻ്റെ പരിധി 13.5 ലിറ്റർ. സാധാരണ FL1 ഷോപ്പുകൾ ഒരു ദിവസം എത്ര മണിക്കൂർ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന നടത്താം? 12 മണിക്കൂർ. സാധാരണ FL1 ഷോപ്പുകൾ ഒരു ദിവസം എത്ര മണിക്കൂർ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന നടത്താം? 12 മണിക്കൂർ. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന വർഷം 2000. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന വർഷം 2000. ആൽക്കഹോളിൻ്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ആൽക്കഹോളിൻ്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. NDPS ആക്ട് നിലവിൽ വന്ന വർഷം 1985. NDPS ആക്ട് നിലവിൽ വന്ന വർഷം 1985. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മദിനവും സമാധി ദിനവുമാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയി കണക്കാക്കുന്നത്? ശ്രീനാരായണ ഗുരു. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മദിനവും സമാധി ദിനവുമാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയി കണക്കാക്കുന്നത്? ശ്രീനാരായണ ഗുരുവിൻ്റെ. അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം 72. അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം 72. അബ്കാരി നിയമപ്രകാരം കേരളത്തിൽ മദ്യം ഉപയോഗിക്കുവാനുള്ള പ്രായപരിധി 23 വയസ്സ്. അബ്കാരി നിയമപ്രകാരം കേരളത്തിൽ മദ്യം ഉപയോഗിക്കുവാനുള്ള പ്രായപരിധി 23 വയസ്സ്.
കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സുപ്രധാന നിയമം 1077 ഒന്നാം അബ്കാരി നിയമം. കേരള സംസ്ഥാനത്ത് അബ്കാരി ചട്ടങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സുപ്രധാന നിയമം 1077 ഒന്നാം അബ്കാരി നിയമം. അബ്കാരി നിയമം പാസാക്കിയ വർഷം 1902. അബ്കാരി നിയമം പാസാക്കിയ വർഷം 1902. ഇനി ഡ്രൈ ഡേയ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഡ്രൈ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ദിവസങ്ങളിൽ മദ്യശാലകൾ നിർബന്ധമായും അടച്ചിടേണ്ടതാണ്. ഇത്തരം ദിവസങ്ങളെയാണ് ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. എന്താണ് ഡ്രൈ ഡേയ്സ്? കേരളത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ദിവസങ്ങളിൽ മദ്യശാലകൾ നിർബന്ധമായും അടച്ചിടേണ്ടതാണ്. ഇത്തരം ദിവസങ്ങളെയാണ് ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. ബട്ട് ഏതൊക്കെയാണ് ഡ്രൈ ഡേയ്സ് എന്ന് നോക്കാം കേട്ടോ. ഡ്രൈ ഡേയ്സുകൾ ഇതൊക്കെയാണ്: ഗാന്ധി ജയന്തി ഒക്ടോബർ 2, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി. മുമ്പ് പഠിച്ചതാണ്. എന്താണ്? ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മദിനവും സമാധി ദിനവുമാണ് കേരളത്തിൽ ഡ്രൈ ഡേ ആയി കണക്കാക്കുന്നത്? ശ്രീനാരായണ ഗുരു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഡ്രൈ ഡേയ്സിൽ വരുന്നതല്ലേ ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ ഡ്രൈ ഡേയ്സ് ആയിരിക്കും. വോട്ടെണ്ണൽ ദിവസം ഡ്രൈ ഡേ ആണ് കേട്ടോ. വോട്ടെണ്ണൽ ദിവസം ഡ്രൈ ഡേ ആണ്. അതുപോലെ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി കള്ളുഷാപ്പുകൾ ഒഴികെയെല്ലാം ഡ്രൈ ഡേയ്സ് ആയിരിക്കും. ഇംഗ്ലീഷ് മാസം 1-ാം തീയതി. പിന്നെ ദുഃഖവെള്ളി, അതുപോലെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം. അപ്പോൾ ഈ 9 എണ്ണമുണ്ട്. ഡ്രൈ ഡേയ്സ് ആയിട്ട് ആചരിക്കുന്ന 9 ദിവസങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഗാന്ധി ജയന്തി ഒക്ടോബർ 2, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂർ, വോട്ടെണ്ണൽ ദിനം, ഇംഗ്ലീഷ് മാസം 1-ാം തീയതി, കള്ളുഷാപ്പുകൾ ഒഴികെ ഡ്രൈ ഡേയ്സ് ആണ്, ദുഃഖവെള്ളി, അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം. ഓക്കെ, അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്